ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാരി പ്രവീൺ ബ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് നല്ല ഫ്രഷായിട്ട് നെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും തന്നെ നമ്മൾ നെമ്മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് 2 സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സ്വല്പം പെരിഞ്ജീരകപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെമ്മീനിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ഓരോ പീസ് എടുത്ത് നന്നായിട്ട് ഒന്ന് മസാല പുരട്ടി വെക്കുക. അങ്ങനെ നമ്മൾ ഏകദേശം നന്നായിട്ടെല്ലാം മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലയാണ്, അതും കൂടെ ഇട്ടിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ. പാനൊന്ന് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കത്തില്ലെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ മീനിലേക്ക് ഡയറക്റ്റ് പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ആ നെമ്മീൻ കഷ്ണം നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാ പീസും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം തീ നന്നായിട്ട് കുറച്ചാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മീനെല്ലാം ഇട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോഴത്തെ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് ആ സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി, നമ്മൾ ചട്ടുക ഇട്ട് ഇളക്കുന്നതിന് മുമ്പ് തന്നെ പാനിട്ട് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുലുക്കുന്ന സമയത്ത് നമ്മൾ അടിക്കൊന്നും പിടിക്കാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് വളരെ ഇതായിട്ട് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും, ഒട്ടും അടിക്ക് പിടിക്കാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് പാനൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഓരോ പീസ് നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ 2 സൈഡും മീനൊക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ നെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.